ഗൈസ്, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വ്ളോഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ഈ കോളേജ് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ ഫസ്റ്റ് ഇതൊക്കെ ആയപ്പോഴേക്കും രണ്ട് ആഗ്രഹങ്ങളാണ് ഉണ്ടായിരുന്നത് കോളേജ് കഴിഞ്ഞിറങ്ങുമ്പം. ഓഫ് കോഴ്സ് ഫസ്റ്റ് ആഗ്രഹം ഗ്രാജുവേഷനാണ്. പിന്നെ സെക്കൻഡ് എന്ന് പറയുമ്പം ആ ഒരു ഇതിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്, ലാസ്റ്റ് ഇയറിലെ ട്രിപ്പ്, അതും ഓൾ ഇന്ത്യ ട്രിപ്പ്. അപ്പോൾ ഇത് രണ്ടുമായിരുന്നു ആഗ്രഹങ്ങൾ. അതിൽ രണ്ടാമത്തെ ആഗ്രഹം നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതുപോലെ ഭയങ്കര ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതാണ് ഇങ്ങനെ തളർന്ന് നിൽക്കുകയാണ്. സോ അതായിരിക്കും വ്ളോഗ്. അപ്പോൾ ഇന്ന് ഇവിടെ നിന്ന് ട്രെയിൻ കയറിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിപ്പം ഒരു ലോക്കൽ ട്രെയിൻ കയറി നമുക്ക് ഷൊർണൂർ എന്ന് പറഞ്ഞ അവിടെ എത്തണം. അവിടെ നിന്നാണ് നമ്മുടെ മെയിൻ ട്രെയിന്. അപ്പോൾ നമ്മൾ പോണ ട്രെയിനിൻ്റെ പേര് കൊച്ചുവേളി ശ്രീനഗർ എക്സ്പ്രസ് ആണ്. എന്നിട്ട് അതിൽ കയറിയിട്ട് നാളെ ഫുൾ യാത്ര, പിന്നെ പിറ്റേ ദിവസം വൈകിട്ടാകുമ്പോഴേക്ക് അവിടെ എത്തുള്ളൂ. അപ്പം അതാണിനി. അപ്പോൾ 2 ദിവസം ട്രെയിൻ യാത്രയായിരിക്കും. അപ്പം അതൊക്കെ ആയിരിക്കും ഈ വ്ളോഗിൽ ഞാൻ കാണിക്കാൻ പോണത്. ഓക്കെ അല്ലേ ഗൈസ്? നമ്മൾ വന്ന ഉടനെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ തീറ്റി തുടങ്ങി. ഇന്നിപ്പം നമ്മുടെ ഫസ്റ്റ് ട്രെയിനിൽ കയറി. നമ്മൾ വിചാരിച്ചു ഇവിടെ സ്ഥലമൊന്നും കാണില്ല എന്ന് വിചാരിച്ചാണ് കയറിയത്. പക്ഷെ ഇവിടെ എല്ലാവർക്കും മീൻസ് ആരുമില്ല. നമ്മൾ 4 പേരും പിന്നെ നമ്മുടെ 2 ബോയ്സ് മാത്രമുണ്ട്. ഇത്രയും വരെ ഉള്ളൂ ഇവിടെ, ബാക്കിയെല്ലാം എന്താ എംറ്റി ആയിട്ട് കിടക്കുകയാണ്. അപ്പൊ നമ്മൾ ട്രെയിനിൽ കയറി കോച്ചിലാണ്. അപ്പൊ വന്ന ഉടനെ എന്നിട്ട് വന്ന ഉടനെ തന്നെ നമ്മളെല്ലാരും കഴിക്കുകയാണ്. സ്നേഹ തന്ന ഇതിന് മധുരമില്ല, ചുമ്മാ ഒരു പറ്റിപ്പാണ്. അടിപൊളിയായിരുന്നു. ഹേ ഗായ്സ്, സോ ഞാനിപ്പം ഒന്ന് സെറ്റിലായി ഇരുന്നതേ ഉള്ളൂ. ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ട്രെയിനിൻ്റെ അകത്ത് കയറിയിട്ടും. കാരണം അത്രയും ലഗേജും ഇത്രയും ആൾക്കാരും എല്ലാവരും കൂടെ ഇങ്ങനെ കുടുങ്ങി നിൽക്കുകയായിരുന്നു. അങ്ങനെ ഇപ്പം എല്ലാം ഇരുന്ന് ഇങ്ങനെ സെറ്റിലായി ഇരിക്കുകയാണ്. അപ്പം ഇനി വേറെ പരിപാടികളൊന്നുമില്ല. 11:30 അടുത്ത് 12 മണിയാവാൻ പോണ്. അപ്പം ഇന്ന് ഉറങ്ങട്ട്, ഇനി നാളെ രാവിലെ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്. എനിക്കിഷ്ടമുള്ള സീറ്റ് ഈ ഒരു ലോവർ സൈഡ്, ആ ഒരു സീറ്റാണ്. നല്ല വ്യൂ ആണ്, അങ്ങ് വലിഞ്ഞ് കയറണ്ടല്ലോ. നല്ല ഉറക്കമായിരുന്നു, നല്ല തണുപ്പുമുണ്ട്. അയ്യോ, കറണ്ട് പോയി. ടണൽ നമ്മളിപ്പോൾ ഒരു ടണലിൻ്റെ അകത്താണുള്ളത്. ഇപ്പം വരുമായിരിക്കും വെട്ടം. എന്തിനീ ടണൽ നിൽക്കൂ? ട്രെയിന് ഭയങ്കര കോമഡിയാണ്. രാവിലെ പല്ല് വയ്ക്കാൻ പല്ലും ബ്രഷ് എടുത്തിട്ട് പേസ്റ്റ് ആക്കി വായിക്കാത്ത വെച്ചപ്പോഴേക്കും വെള്ളം തീർന്നു. എന്നിട്ട് ഉടനെ വന്ന് അതെന്താണെന്ന് അറിഞ്ഞൂടെ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തീരുന്നുണ്ട്. പിന്നെ ടോയ്ലറ്റൊക്കെ അടിപൊളി, തുറക്കാൻ വയ്യ. ഫസ്റ്റ് ഡേ തന്നെ എങ്ങനെയാണ്, ഇനിയിപ്പം 1.5 ദിവസം ഇനിയും ട്രെയിനിലാണ്, എങ്ങനെയാണെന്ന് അറിഞ്ഞൂടെ. ബ്രേക്ക്ഫാസ്റ്റ് റെഡി, സെർവ് ആയിട്ട്. റിനു
ഇവിടെയാണോ? അപ്പൊ നമ്മളിങ്ങനെ വൈബ് അടിച്ചിരിക്കുകയാണ്. നല്ലൊരു സീറ്റാണ് കേട്ടോ. ഇങ്ങനെ വ്യൂ ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കാം. വേണമെങ്കിൽ വാഷ് ചെയ്യാം. എല്ലാ ഫെസിലിറ്റിയും ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മളിപ്പം ജംഷരാസ് കളിച്ചിട്ടിരിക്കുകയാണ്. അപ്പം ദാ ഇവളാണ് കാണിക്കണം. വെള്ളം കുടിക്കാൻ ചായ ചാന്ത് പൊട്ടി അങ്ങനെയല്ല ഇത് വായോണ്ട് കാട്ടുണ്ട്. അന്തകമ്പനി പല്ലടിക്കാൻ പറ്റൂല. ചന്ദ്രമഴ ഓരോ അക്ഷരം കാണിക്കാൻ പാടില്ല. നമ്മളിപ്പോൾ ഗോവയിലെത്തി. ഹലോ ഗായ്സ്, ദിസ് ഈസ് ഗോവ. ഗോവ കേരള ഉണ്ണിയപ്പം ബാക്കി വന്നിട്ട് കേരള ഉണ്ണിയപ്പം. കേരള ഉണ്ണിയപ്പം അവർ ലവ് ഫ്രം കേരള. മല്ലു പീപ്പിൾസ്. Okay, take it. Okay, thank you. ഭയ്യ കേരള ഉണ്ണിയപ്പം ട്രൈ ചെയ്തു. എന്ത് സാധനം എന്ന് പറഞ്ഞൂടാ? മുംബൈ സ്പെഷ്യൽ. പൊന്നി ജീരകമല്ലല്ലോ, എന്ത് കായം എള്ളാണ്. കായത്തിന്റെ ഒക്കെ ടേസ്റ്റ് അറിയാതെ അടുത്തൊരു ഉലുവ വെച്ചിട്ട് എന്തൊരു സാധനം. എക്സ്പ്രസ് ഇടാൻ പറ്റില്ലല്ലോ. അവര് സ്നേഹത്തോടെ തന്നെയാണ് മുംബൈക്കാര്. ചതിച്ചെന്നെ. അങ്ങനെ 11:11 ആയപ്പം കുറച്ച് ചിപ്സ് കിട്ടി. അത് കഴിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ സാധനങ്ങളൊക്കെ കിട്ടി കേട്ടോ. ഞാനതൊന്നും എടുത്തില്ല. പിന്നെ ഞാൻ എന്താ ഒരു ചെറിയ മെമ്മറി പോലത്തെ സംഭവം ഉണ്ടാക്കിയാണ്. മെമ്മറി ബുക്ക് എന്നൊക്കെ പറയാം. ഓക്കെ, നല്ല വിശപ്പുണ്ട് ഗൈസ്. പ്രശാന്ത് സാർ നമ്മളെ വിസിറ്റ് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. സാർ അടിപൊളി, സൂപ്പർ. ട്രെയിൻ സൂപ്പർ, AC നല്ല കംഫർട്ട്, കറക്റ്റ് തണുപ്പൊക്കെ കറക്റ്റാ, അടിപൊളിയായിട്ടുണ്ട് സംഭവം. പിന്നെ ലാവിഷ് ഫുഡ്, ഹോംലി ഫുഡ്. ഇന്നലെ തൊട്ട് തുടങ്ങിയതാണ്. ചപ്പാത്തി, ചിക്കൻ ഫ്രൈ, ഉണ്ടപ്പം, ഉണ്ണിയപ്പം, കിണ്ണത്തപ്പം. നല്ല സുഖമായിട്ട് തുടങ്ങി. പക്ഷെ ഉറങ്ങുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മളെ അടുത്തുള്ള രണ്ടാൾക്കാര് ഡോൾബി ഡിജിറ്റൽ സൗണ്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്നു. ഒരാള് ഹൈ പിച്ച് കൂർക്കമ്പലി, ഒരാള് ലോ പിച്ച് കൂർക്കമ്പലി. അങ്ങനെ പക്ഷെ നമുക്ക് അതൊരു മ്യൂസിക് ഇതായിട്ട് തോന്നിയോണ്ട് നമ്മൾ സുഖമായിട്ട് ഉറങ്ങി. ആദ്യമായിട്ടാണ് ഞാൻ വ്ളോഗിൽ വരുന്നത്. ഞാനായിട്ട് സ്റ്റെപ്പിയുടെ വ്ളോഗിൽ വരുന്നത്. ഞങ്ങൾ ട്രിപ്പിലെ ഗുഹയുടെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മിസ്രിയ, കോർഡിനേറ്റർ ആണ്. എല്ലാരും കേട്ടോ. ഞാൻ ഇന്നത്തെ അപ്ഡേഷൻ പറയാ. അങ്ങനല്ല മച്ചാനെ, മച്ചാനെ ഈ തട്ടിയതിന്റെ ഊരക്കാട്ടോ. ഇങ്ങനെ നടക്കും. വെളിച്ചിക്കനായില്ല. രത്നഗിരി എത്തി. ഒന്ന് ഇറങ്ങി നടക്കുകയാണ്. ഇവിടുത്തെ വടാപ്പാവ് അടിപൊളിയാണെന്ന് പറയുന്നു.
അങ്ങോട്ട് പോകുമ്പോൾ എന്തായാലും കഴിക്കണില്ല, കാരണം ഇനി വയറൊക്കെ സീനാണ്. തിരിച്ചു വരുമ്പോൾ ട്രൈ ചെയ്യാം. ഓ, കൃഷ്ണയുടെ ഒക്കെ ബോസ് കണ്ട നമ്മൾ ട്രിവാൻഡ്രംകാരെ കൂട്ടത്തോട് അപമാനിക്കുകയാണ്. അതിൽ നോക്കുമ്പോ 100 ഗൈസ്, ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്ത് വൈകിട്ട്. ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല, സന ഓർഡർ ചെയ്ത്. എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് പിന്നെ ഞാൻ ഓർഡർ ചെയ്തില്ല. അപ്പോൾ ഇതൊരു മലയാളി ഹോട്ടലെന്നാണ്. ടേസ്റ്റിന് അടിപൊളിയാണ് കേട്ടോ. സ്ഥലം എനിക്കറിയില്ല, ഞാൻ ചോദിച്ചിട്ട് പറയാം. രാവിലെയായി. ഇന്നലെ രാത്രി അറ്റ് ലാസ്റ്റ് എനിക്ക് ഫുഡൊക്കെ കിട്ടി കേട്ടോ. ഓർഡർ ചെയ്തതിൽ ഒരെണ്ണം എക്സ്ട്രാ വന്ന്. അപ്പോൾ അത് പാൻപീർ എന്ന് പറയുന്ന എന്തോ ഒരു സ്ഥലത്തു നിന്നാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ നോർത്തിലോട്ടൊക്കെ ട്രാവൽ ചെയ്യുമ്പം അവിടെ നിന്ന് മാത്രമാണ് ഇങ്ങനെ മലയാളി ഫുഡ് കിട്ടണമെന്നൊക്കെ ഞാൻ അറിഞ്ഞ്. സോ ആരെങ്കിലുമൊക്കെ നോർത്തിലോട്ടൊക്കെ വരികയാണെങ്കിൽ അവിടെ നിന്ന് ഓർഡർ ചെയ്തു. അടിപൊളി ഫുഡാണ്. എനിക്ക് തോന്നുന്നു ബിരിയാണിയാണ് അതിൽ ഓർഡർ ചെയ്തതിൽ ബെസ്റ്റ്. ഫ്രൈഡ് റൈസ് കഴിച്ചവർക്കൊന്നും കുറച്ച് പേർക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ ചിക്കൻ ബിരിയാണി അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ എക്സ്ട്രാ വന്ന അവസാനം ഓർഡർ ചെയ്യാത്തവർ നമ്മൾ 4-5 പേരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിച്ച്. ഇന്നലെ ഫുഡ് കഴിക്കാതെ നല്ല തലവേദന വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിച്ചപ്പോഴേക്കും എല്ലാം ഓക്കെ. ഇന്നതാ രാവിലെ എണീറ്റപ്പം ഭയങ്കര തിരക്ക്. രാവിലെ എണീറ്റതേ എന്താണ് തണുപ്പ് എന്ന് കേട്ടിട്ടാണ്. ഇവിടെ എല്ലാവരും പുറത്തൊക്കെ രാവിലെ ചായ വാങ്ങാൻ പോയപ്പോഴേക്കും മീൻസ് തണുപ്പ് സഹിക്കാൻ പറ്റില്ല. നമ്മളിങ്ങനെ എ സിക്കകത്താണ് ഓൾറെഡി ഇരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി തണുപ്പുണ്ട്. അത് കൂടാതെ പുറത്ത് അതിനെക്കാട്ടി ഡബിൾ തണുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കേട്ടിട്ടാണ് എണീറ്റത്. അങ്ങനെ എണീറ്റ് എനിക്ക് ആദ്യം എൻ്റെ ബോഡി മാത്രം നോർമൽ തണുപ്പ്, എ സിക്കകത്തുള്ള തണുപ്പായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഞാനെന്താ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വാതിലിൻ്റെ സൈഡിലോട്ട് വന്നപ്പോഴേക്കും തീർന്നു തണുപ്പ്. എന്നിട്ട് ഞാൻ എന്താ കുട്ടിയൊക്കെ എടുത്തിട്ട് സോക്സൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. തണുപ്പുണ്ട് ഗൈസ്. ഗുജറാത്ത് എത്തി, ആ ഒരു സ്ഥലത്തെത്തി. അപ്പം തന്നെ ഇത്രയും തണുപ്പ്. ഇനി അങ്ങോട്ടൊക്കെ പോകുമ്പോൾ എനിക്ക് അറിഞ്ഞൂടെ എന്താണെന്ന്. രാജസ്ഥാനിലൊക്കെ എൻ്റെ ഡ്രസ്സ് ഞാൻ എടുത്തിരിക്കണ കണ്ട അത് വേറെ തന്നെ ഡ്രസ്സാണ്. അതിൻ്റെ പുറത്ത് മിക്കവാറും തെർമൽസും ഇതൊക്കെ ഇട്ട് നിൽക്കേണ്ടി വരും തോന്നുന്നു. അങ്ങനെയാണ് ഇപ്പോഴത്തെ തണുപ്പും കാര്യങ്ങളൊക്കെ. അപ്പം എനിക്കൊന്നും ഇന്നത്തെ ദിവസവും ഞാനൊരു വാട്ടർ 18 ഡേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് പറയുകയാണെങ്കിൽ രാവിലെ ബ്രെഡ്, ഉച്ചയ്ക്ക് ബ്രെഡ്, വൈകിട്ട് ബ്രെഡ്, അങ്ങനെയാണ് ഇപ്പോഴത്തെ കറണ്ട് അവസ്ഥ. ഇന്നും അതൊക്കെ തന്നെയായിരിക്കും. ഇന്ന് നമ്മളൊരു 4 മണിയൊക്കെ ആകുമ്പോഴേക്കും വൈകിട്ട് എത്തുമെന്നാണ് പറയണത്. പക്ഷെ ഇപ്പോൾ ട്രെയിൻ ഭയങ്കര സ്ലോ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കാം, എത്തിയെന്ന് വിചാരിക്കുന്നു. മതിയായി ട്രെയിൻ യാത്ര. ഇനി എന്ത് ചെയ്യാം ഗൈസ്? കളിക്കാത്ത കളികളില്ല. ദംഷരാസ്, പാട്ടുപാടിക്കളി, ലൂഡോ എല്ലാം കളിച്ച് കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യാൻ? ഞാൻ ട്രെയിനിൽ പ്രേതക്കഥ പറഞ്ഞ് അങ്ങനെ ഓരോരോ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ട് എത്തണില്ല അങ്ങോട്ട്. എത്തും മീൻസ് കറക്റ്റ് സമയത്ത് എത്തുമെന്ന് വിചാരിക്കുന്നു. അത് ബാക്കി കഞ്ചാവില്ല, അത് കഞ്ചാവിലാണ്. സ്ഥലത്തിറങ്ങി വായിച്ചു നോക്കട്ടെ. പാലൻപൂർ അവിടെ ഇറങ്ങിയിട്ട് ഇവിടെ നിൽക്കുകയാണ്. കുറേ നല്ല ഫോട്ടോസൊക്കെ കിട്ടി. ഓ സഞ്ജു
ഇവിടുത്തെ ഒരു സ്പെഷ്യൽ സാധനമാണ്. ടേസ്റ്റ് പാൽപ്പൊടി കളിക്കാൻ പാൽപ്പേട പോലെ. റീൽസ് എടുക്കണം. ബൈ ബൈ. അപ്പം നമ്മുടെ ലഞ്ച് ഇതാണ്. നമ്മളിനി ഒരു 4 മണിയൊക്കെ ആകുമ്പം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നിട്ട് വേണം നല്ല ഫുഡ് കഴിക്കാൻ. നല്ല ഫുഡ് മീൻസ് വല്ല ചോറോ ചപ്പാത്തിയോ കഴിക്കാൻ. ഇതാണ് നമ്മുടെ ലഞ്ച് ഗായ്സ്. അപ്പം നമ്മൾ ഇന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു പ്ലേസ് കാണാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ പർച്ചേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ആ ഒരു പ്ലാനിൽ. പക്ഷെ നാളെ നമ്മൾ രാവിലെ 2 സ്ഥലങ്ങൾ കാണാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വൃത്തിക്ക് കണ്ടു തീർക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് ഇത്രയും സമയം അവൈലബിൾ ആയതുകൊണ്ടും ഒന്നൊരു വൃത്തിക്ക് കണ്ടു തീർക്കാൻ വേണ്ടിയിട്ടും ഇന്നൊരു സ്ഥലം അതിൽ പ്ലാൻ ചെയ്തതിൽ ഇന്ന് ഇങ്ങോട്ടാക്കി. സോ ഇതായിരുന്നില്ല ഞാൻ പ്ലാൻ ചെയ്ത ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ. ഇതിപ്പോൾ പർച്ചേസിൻ്റെ ഔട്ട്ഫിറ്റാണ്. ഇനിയിപ്പം സ്യൂട്ട് കേസൊക്കെ തുറന്ന് അതെടുത്തിട്ട് കുളമാക്കണ്ടെന്ന് വിചാരിച്ചു. നാളെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുത്ത് അങ്ങനെ ഒരു പ്ലാൻ അല്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെ ഇടാമെന്ന് വിചാരിച്ചു. ഇന്ന് തൽക്കാലം ഇതിട്ട്. സോ നമ്മളിനി ഒരു അരമണിക്കൂറിനുള്ളിൽ എത്തുമെന്നാണ് പറയണത്. ഇന്ന് എത്തിയാൽ മതി. ആരോഗ്യമൊന്നും തീരെ ഇല്ല. വിശന്ന് ആരോഗ്യമൊക്കെ പോയി ഇങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. അപ്പം ഞാൻ പർച്ചേസിങ് വ്ളോഗും കാര്യങ്ങളൊന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണില്ല. അപ്പോൾ ഫോൺ ഇതാ പറന്ന് പോകണം. ഞാൻ എന്താ ഇതിൻ്റെ അടുത്താണ് ഇരിക്കുന്നത് കേട്ടോ. ഞാൻ ഇന്നത്തെ വ്ളോഗിൽ തന്നെ ഞാൻ കാണിക്കണുണ്ട് ഇങ്ങനെ ഒരു സെറ്റപ്പ് സീറ്റ് ഉണ്ടെന്ന്. അപ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഫോൺ ഇങ്ങനെ പറന്ന് പോകണ പോലെ. ഇവിടെ ഭയങ്കര ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ലല്ലേ പറയാൻ വന്നേ. ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഭയങ്കര തണുത്ത കാറ്റാണ്. പൊടി ഉണ്ടാകുന്ന എനിക്ക് മനസ്സിലാവണില്ല. പക്ഷെ ഭയങ്കര തണുത്ത കാറ്റ്. ഇതാണ് ഇവിടുത്തെ ക്ലൈമറ്റ്. അത്ര സ്വെറ്റർ ഇടേണ്ട ക്ലൈമറ്റ് ഒന്നും ഇല്ല കേട്ടോ. അത് രാവിലെ അങ്ങനത്തെ ഇതായിട്ട് തോന്നിയതാണെന്ന് തോന്നണം. ഇനി പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അറിയാം എന്താണെന്ന്. തണുക്കണല്ലേ ഗൈസ്, നല്ല തണുപ്പാണ് ഇവിടെ. നമ്മളിപ്പോൾ ഉമേദ് ഭവൻ പാലസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി അവിടെ വെച്ച് കാണാം. ബൈ ഗൈസ്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അപ്പോൾ ഇന്നത്തെ ഉമേദ് ഭവൻ ആ പാലസ് വിസിറ്റ് ചെയ്യണതും പർച്ചേസിങ് വ്ളോഗും കൂടെ അടുത്തൊരു വ്ളോഗിൽ പറഞ്ഞതായിരിക്കും. അതുവരെ ബൈ.